നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ഗീതോപദേശം എന്നും നടക്കുന്നു. നമ്മുടെ ശരീരമാകുന്ന ഈ രഥത്തിലിരുന്ന് ഇതിലെ യാത്രികനായിരിക്കുന്ന നാം ആകുന്ന ജീവാത്മാവിന് ആ പരമാത്മാവാകുന്ന കൃഷ്ണൻ ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിർത്തി ശരിയായ വഴിയിലൂടെ നമ്മെ നയിച്ചുകൊണ്ട് നമുക്ക് ഉപദേശിക്കുന്നു. ഇതെന്നും നടക്കുന്ന ഉപദേശമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക കാലത്തിൽ മാത്രം നടക്കുന്നതല്ല, എന്നും നടക്കുന്ന ഉപദേശമാണ്. എല്ലാവർക്കും നൽകപ്പെടുന്ന ഉപദേശമാണ്. ഇന്നടത്ത് വച്ചേ അത് ഉപദേശിക്കപ്പെടുന്നില്ല, എവിടെ വെച്ചും ഉപദേശിക്കപ്പെടുന്നതാണ്. കുരുക്ഷേത്രത്തിൽ. യഥാ കുരുക്ഷേത്രം ധർമ്മക്ഷേത്രം. ധർമാചരണത്തിനുള്ളതായ കർമ്മമണ്ഡലത്തിൽ വച്ച് ഏതൊരാളിനും, ശ്രദ്ധാലുവായിട്ടുള്ള ഏതൊരാളിനും ഉപദേശിക്കപ്പെടുന്നതാണ് ഈ ഗീത. എന്നും ഇത് ഉപദേശിക്കപ്പെടുന്നു. ആ ഉപദേശത്തെ ശ്രവിക്കുവാനുള്ള മാനസികാവസ്ഥ കൈവരിക്കാൻ ഈ ചിത്രങ്ങളും ഈ ശില്പങ്ങളും ഇതിനെ തന്നെ നമ്മുടെ കൺമുന്നിൽ ദൃശ്യമാക്കി കൊണ്ടുവരുന്ന നൃത്തവും നാട്യവും സാഹിത്യവും എല്ലാം പ്രയോജനപ്പെടുന്നു എന്ന് അറിഞ്ഞുകൊള്ളണം. അതാണ് രഥം ച ദിവ്യാശ്വയുജം. ദിവ്യങ്ങളായിരിക്കുന്ന അശ്വങ്ങളെ പൂട്ടിയിരിക്കുന്ന ആ രഥത്തെ അർജുനന് അഗ്നിദേവൻ നൽകി. ആ രഥത്തിൽ കൊടിമരമുണ്ട്. ഏതൊരു രഥത്തിലും കൊടിമരം കാണും. ആ കൊടിമരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലെ കൊടിക്കൂറയിൽ അടയാളം ഉണ്ടാക്കും. ആ അടയാളം വെച്ചിട്ട് ആരുടെ രഥമാണതെന്ന് വളരെ ദൂരെ വെച്ച് തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇവിടെ ഈ കൊടിമരത്തില് കവിപ്രവരനാണിരിക്കുന്നത് ആഞ്ജനേയൻ. ഹനുമാൻ സ്വാമി ശ്രീരാമ ഭക്തനായിരിക്കുന്ന ആഞ്ജനേയൻ. അദ്ദേഹമാണ് അർജുനന്റെ ഈ തേരിന്റെ കൊടിമരത്തില്, ആ കൊടിയില് ഇരിക്കുന്നത് എന്നറിഞ്ഞുകൊള്ളണം. ഇനിയോ ഉപേതം രാജതൈരശ്വൈഹി ഗാന്ധർവൈർ ഹേമമാലിഭി. രജതം, വെള്ളി. വെള്ളിയുടെ നിറം നമുക്കെല്ലാവർക്കും സുപരിചിതം, ആകർഷണീയം. ആ നിറത്തോട് കൂടിയതായ കുതിരകളോട് ചേർന്നതാണ് ഈ രഥം. ആ കുതിരകളെ പൂട്ടിയതാണ് ഈ രഥം എന്ന് മാത്രമല്ല, ആ കുതിരകളൊക്കെ എവിടെ നിന്ന് കൊണ്ടുവന്നതാണ്? അത് ഗാന്ധർവമാണ്. ഗന്ധർവന്മാരുടെ ലോകത്തിലെ കുതിരകളാണ്. വെള്ളി നിറമുള്ള കുതിരകൾ, നല്ല ആകർഷണീയമായ വെണ്മയുള്ളതായ കുതിരകൾ, ഗന്ധർവ ലോകത്തിൽ നിന്ന് വന്നതായ കുതിരകൾ. ആ കുതിരകളെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. സ്വർണ്ണ നിർമ്മിതമായ, രത്നങ്ങൾ പതിച്ചതായ, വളരെ കരകൗശല വിദ്യയുടെ മഹിതമായ ഉദാഹരണങ്ങളായിട്ടുള്ള ആഭരണങ്ങൾ കൊണ്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ടത്. അതാണ് ഹേമമാലിഭി. അങ്ങനെയുള്ള കുതിരകളെ പൂട്ടിയതാണ് ആ രഥം. പാണ്ഡുരാഭ്ര പ്രതീകാശൈ മനോവായു സമൈജവൈ. ജവത്തിന്റെ കാര്യത്തില്, വേഗതയുടെ കാര്യത്തില് മനോവായു സമൈജവൈ. വേഗതയുടെ കാര്യത്തില് ഈ കുതിരകളുണ്ടല്ലോ, അത് മനസ്സിനെ അതിശയിക്കുന്നു. മനസ്സിന് തുല്യമാണ്. പലപ്പോഴും മനസ്സിനെയും അതിശയിക്കുന്നു, വായുവിനെയും അതിശയിക്കുന്നു. വളരെ വേഗതയുള്ള ആളുകളാണ്, പദാർത്ഥങ്ങളാണ് ഇവയെല്ലാം, ഈ മനസ്സും വായുവൊക്കെ. വേഗതയുടെ കാര്യത്തിൽ മനസ്സിന് തുല്യമാണ്, വായുവിന് തുല്യമാണ് എന്ന് മാത്രമല്ല, പാണ്ഡുരമായ നല്ല വെണ്മയേറിയതായ മേഘമാലകൾക്ക് സദൃശമാണ് അതിന്റെ വർണ്ണം. മഴക്കാറുകൾ കറുത്തിരണ്ടിട്ടാണ്. എന്നാൽ അതല്ലാതെ
ജലാംശമില്ലാത്തതായ മേഘങ്ങൾ ആകാശത്ത് വരുന്നത് നാം കാണുന്നുണ്ട്. വിശേഷിച്ചും ഓണക്കാലത്ത് വെള്ളിമേഘങ്ങൾ കൊണ്ട് ആകാശം നിറയും. വളരെയേറെ ആകർഷകമാണ്. അതേ പ്രകാരത്തിലുള്ള ആകർഷകമായ വർണ്ണത്തോടുകൂടിയ കുതിരകളാണ് ആ രഥത്തിൽ പൂട്ടിയിരിക്കുന്നത്. സർവോപകരണേർയുക്തം അജയ്യം ദേവദാനവൈഹി. എല്ലാ ഉപകരണങ്ങളും ആ രഥത്തിലുണ്ട്. യുദ്ധത്തിനിറങ്ങുമ്പോഴേക്കും ആ യുദ്ധം വളരെ സമർത്ഥമായി നടത്തുവാൻ എന്തൊക്കെയാണോ അതിനകത്ത് സന്നാഹങ്ങൾ വേണ്ടത് അതെല്ലാം അതിനകത്തുണ്ട്. അങ്ങനെയുള്ളതായ രഥം നൽകി എന്ന് മാത്രമല്ല, ആ രഥം ദേവന്മാർക്കും ദാനവന്മാർക്കും പോലും തോൽപ്പിക്കാൻ കഴിയാത്തതാണ് എന്നും കൂടി പറഞ്ഞു വെച്ചു. അതിനകത്തുള്ള സന്നാഹങ്ങളും ആ പ്രകാരത്തിലുള്ളതാണ്. ഭാനുമന്ദം മഹാഘോഷം സർവരത്നമനോരമം. ഭാനുമന്ദം പ്രകാശത്തോടു കൂടിയത്. ആ തേരിൽ നിന്നിട്ട് നാലുപാടും പ്രകാശകിരണങ്ങൾ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. സൂര്യനിൽ നിന്നിട്ട് എങ്ങനെയാണോ പ്രകാശകിരണങ്ങൾ നാലുപാടും വ്യാപിച്ചിട്ട് എമ്പാട് നിന്നും ഇരുട്ടിനെ അകറ്റിയിട്ട് ആ പ്രദേശം മുഴുവൻ കാഴ്ചയ്ക്കുള്ളതായ സൗകര്യമൊരുക്കുക, അതേ പ്രകാരത്തിൽ പ്രകാശം നാലുപാടും ചൊരിയുന്നതാണ് ആ രഥം. നമ്മുടെ ഉള്ളിലുള്ള ഈ ദിവ്യമായ രഥം നമ്മുടെ ശരീരമാണ്. ഈ രഥം, ആ രഥത്തെ അതിൻ്റെ ഉള്ളിലിരിക്കുന്നതായ ആ ഈശ്വരീയ ശക്തി സമന്വിതമായി നാം തിരിച്ചറിയുമ്പോഴേക്കും അത് ഭാനുമന്ദം പ്രകാശത്തോടു കൂടിയതായിരിക്കും. സ്വാമി വിവേകാനന്ദന്റെ ചിത്രത്തിലേക്ക് നോക്കൂ. എന്തൊരു പ്രകാശമാണ്, എന്തൊരു തേജസ്സാണ്. ഋഷിവര്യന്മാരുടെ എല്ലാം ചിത്രത്തിലേക്ക് നോക്കൂ, എന്തൊരു തേജസ്സാണ്. എവിടെ നിന്ന് വന്നു? കേവലം കാർബണും ഹൈഡ്രജനും ഓക്സിജനും കൂട്ടി വെച്ചു കഴിഞ്ഞാൽ ഇത്രയും പ്രകാശം വരുമോ? ഈ പ്രഭ വരുമോ? ഈ ആകർഷണീയത വരുമോ? ഇല്ല. കാർബണിനോ ഹൈഡ്രജനോ ഓക്സിജനോ ഒന്നിനും ഈ ആകർഷകത്വമില്ല, ഈ സൗന്ദര്യവുമില്ല. നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന അതേ പദാർത്ഥങ്ങൾ കൊണ്ട് തന്നെയാണ് വിവേകാനന്ദന്റെ അതേപോലെ ഋഷിമാരുടെ ശരീരവും ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അതിന്റെ ആകർഷണീയത ഒന്ന് വേറെയാണ്. എന്താ കാരണം? കാരണം എന്തെന്നാൽ ഉള്ളിലിരിക്കുന്ന ആ സൂര്യനെ അവർ ജ്വലിപ്പിച്ചു വച്ചിരിക്കുന്നു. അതാണ് ഭാനുമന്ദം. ആ ശരീരത്തിൽ നിന്നിട്ട് എമ്പാടും പ്രകാശം ഇങ്ങനെ വ്യാപിക്കുന്നത് കാണാം. ആ രഥത്തിൽ നിന്നിട്ട്, ശരീരമാകുന്ന രഥത്തിൽ നിന്നിട്ട്, അർജുനന് അഗ്നിഭഗവാൻ നൽകിയ രഥത്തിൽ നിന്നിട്ട് പ്രകാശം വ്യാപിക്കുന്നത് കാണാം. അതാണ് ഭാനുമന്ദം മഹാഘോഷം. വലിയ ശബ്ദത്തോടു കൂടിയതാണ് ആ രഥം. ശത്രുക്കൾ ഞെട്ടിപ്പോകും. വളരെ ദൂരെ നിന്ന് തന്നെ ഈ തേര് പാഞ്ഞു വരുന്നത് അറിയാൻ പറ്റും. ദൂരെ വെച്ച് തന്നെ ശബ്ദം കേൾക്കാൻ പറ്റും. കേൾക്കുമ്പോഴേക്കും തന്നെ എല്ലാവരും ഭയന്നു പോകും. വലിയ ശബ്ദത്തോടു കൂടിയതാണത് എന്ന് മാത്രമല്ല, എല്ലാ രത്നങ്ങളും അതിൽ പതിച്ചിട്ടുണ്ട്. വളരെയേറെ തിളക്കമുള്ളതായ പദാർത്ഥങ്ങളാണല്ലോ രത്നങ്ങൾ. അതുകൊണ്ട് തന്നെ അവയെല്ലാം പതിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ മനോരമം, ആരുടെ മനസ്സിനെയും ആകർഷിക്കുന്നതാണ്. അങ്ങനെയുള്ളതായ ആ രഥം ആരുണ്ടാക്കി, എപ്പോഴുണ്ടാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോ വരുണൻ അഗ്നിഭഗവാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് അഗ്നിഭഗവാന് കൊടുത്തു, അഗ്നിഭഗവാൻ അർജുനന് കൊടുത്തു. ഈ രഥം ഉണ്ടാക്കിയതാരാ? വരുണനല്ല. പിന്നെ ആരാ ഉണ്ടാക്കിയത്? സസർജയം സുതപസ ഭൗമനോ ഭുവനപ്രഭു. പ്രജാപതിയായിരിക്കുന്ന ആ പ്രപഞ്ച സൃഷ്ടാവ്, ഈ ലോകത്തെ ബ്രഹ്മാവിന്റെ നിർദ്ദേശമനുസരിച്ച് നിർമ്മിക്കുന്നയാൾ വിശ്വകർമാവ്. അദ്ദേഹം പ്രജാപതിയാണ്. ബ്രഹ്മാവിന്റെ ആജ്ഞ അനുസരിച്ചിട്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നയാള്. ആ വിശ്വകർമാവ് വളരെയേറെ തപസ് ചെയ്തു. വലിയ തപസ്സിന്റെ ഉടമയാണ് അദ്ദേഹം. പക്ഷേ ഈ രഥം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അദ്ദേഹം കഠിന തപസ് ചെയ്തിട്ട്, സുതപസ, കഠിനമായിരിക്കുന്ന ആ പ്രജാപതി, അദ്ദേഹം ഭുവനപ്രഭുവാണ്. പ്രപഞ്ചത്തിന് മുഴുവൻ ഈശ്വരനാണ് ആ ഭൗമനൻ അഥവാ വിശ്വകർമാവ്, പ്രജാപതിയായിരിക്കുന്ന വിശ്വകർമാവ്.
അദ്ദേഹം ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ചിട്ട് യം സസർജ, യാതൊരു വില്ലിനെയാണോ സൃഷ്ടിച്ചത്, അതേപോലെ യാതൊരു രഥത്തെയാണോ സൃഷ്ടിച്ചത്, ഇതെല്ലാം അദ്ദേഹം സൃഷ്ടിച്ചതാണ്. ഈ നൽകിയ സാധനങ്ങളെല്ലാം അത് ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് സൃഷ്ടിച്ചതാണ്. അതിനെ അനുഗ്രഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി അർജുനന് നൽകി. അത് ഏത് പ്രകാരത്തിലാണെന്ന് വർണ്ണിക്കാൻ പറ്റില്ല. അനിർദ്ദേശ്യം, ഈ രഥം ഈ പ്രകാരത്തിലുള്ളതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. നമ്മുടെ വാക്കുകൾക്കൊക്കെ അതീതമാണ്, നമ്മുടെ മനസ്സിന് അതീതമാണ്, നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ്. അതിന്റെ രൂപം യസ്യരൂപം രവേരിവ, അതിന്റെ രൂപത്തെ നമുക്ക് വർണ്ണിക്കാൻ പറ്റൂല, പ്രത്യേകതകളെ വർണ്ണിക്കാൻ പറ്റില്ല, ഗുണഗണങ്ങളെ വർണ്ണിക്കാൻ പറ്റൂല. സൂര്യന്റെ രൂപം പോലെയാണെന്ന്. സൂര്യനെ നമ്മൾ വർണ്ണിച്ചു കഴിഞ്ഞാലും സൂര്യനെ പൂർണ്ണമായിട്ട് വർണ്ണിച്ച് കേൾപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. അതേ പ്രകാരത്തിൽ അങ്ങേയറ്റം തേജോമയമാണത്. യം സ്മ സോമ സമാരൂഹ്യ ദാനവാൻ അജയത് പ്രഭു, യാതൊരു തേരിലേറിയിട്ടാണോ രാജാവായ സോമൻ ചന്ദ്രമസ് ദാനവന്മാരെ മുഴുവൻ പടക്കളത്തിലെ വെല്ലുവിളിച്ച് അവരോട് യുദ്ധം ചെയ്ത് അവരെ മുഴുവൻ തോൽപ്പിച്ച് ആ യുദ്ധം ജയിച്ചത്, ആ രഥമാണ് ഈ കൺമുന്നിൽ ഉള്ളത്. ആ ആയുധങ്ങളാണ് ഇപ്പോൾ അർജുനന് നൽകപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ളതായ ആ ആയുധങ്ങളുടെ ലബ്ധി കഠിനമായ പരിശ്രമം കൊണ്ട്, നിഷ്ഠ കൊണ്ട്, കൃഷ്ണന്റെ ആ ഒരു സഹായം കൊണ്ട് അർജുനന് ലഭിക്കുന്നതായി ദിവ്യമായ അനുഗ്രഹം അത് നാം ഇവിടെ കാണുന്നു. അർജുനന്റെ മനസ്സിന്റെ ആ വീരത, അതാണ് ഈ പവിത്രമായിരിക്കുന്ന ഈ ദൈവീ സമ്പത്ത്. തേജസ്, അർജുനന്റെ മനസ്സിന്റെ ആ ധൈര്യം, ആ മനസ്സിന്റെ കരുത്ത്, ആ മനസ്സിന്റെ വീരത, ഏതൊരു സന്ധിയെയും വിഷമസന്ധിയെയും അഭിമുഖീകരിക്കും എന്നുള്ളതായ മനസ്സിന്റെ സാന്നിധ്യം. ആ ദൈവീ സമ്പത്തിനെ വ്യാസൻ പറഞ്ഞു വച്ചിരിക്കുന്നത് ഈ അർത്ഥത്തിലാണ്. അതിന്റെ പൂർണ്ണത ഇവിടെയാണ് നാം കാണുന്നത്. ഈ അർത്ഥത്തിലാണ്. തേജഹ എന്നുള്ള ആ ദൈവീ സമ്പത്തിനെ അറിയണമെങ്കിൽ ഈ കഥ നാം ഭംഗിയായിട്ട് അതിനെ മനനം ചെയ്ത് ഹൃദയത്തിൽ ഉൾക്കൊള്ളണം. ഈ തേജസ്സിനെ കുറിച്ചുള്ളതായ ഈ വിശകലനം ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി വളരെയേറെ ഈ കഥയിലൂടെ നമുക്ക് മുന്നോട്ട് നടക്കാനുണ്ട്. നാളെ രാത്രി 8:30 നമുക്കിതേ പ്രകാരത്തിൽ ഒരുമിച്ച് കൂടാം. ബന്ധുജനങ്ങളെയും സുഹൃത്തുക്കളെയും അതേപോലെ എല്ലാ പരിചയക്കാരെയും നമ്മുടെ ഈ ചർച്ചാ ക്ലാസ്സിനെ കുറിച്ച് അറിയിക്കുക, എല്ലാവരെയും ആനയിക്കുക, എല്ലാവരെയും ക്ഷണിക്കുക. ഇതെല്ലാം തന്നെ സത്യാനന്ദ സംസ്കൃതി എന്നുള്ളതായ യൂട്യൂബ് ചാനലിൽ തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ചാനലിലേക്ക് വരിക, അത് സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ നടന്ന ക്ലാസ്സുകൾ കേൾക്കണമെന്നുള്ളവർക്ക് അതിൽ നിന്നിട്ട് സത്യാനന്ദ സംസ്കൃതി എന്നുള്ള യൂട്യൂബ് ചാനലിൽ നിന്നിട്ട് നേരിട്ട് ഇതേ പ്രകാരത്തിൽ കേൾക്കാം.